വരൂ വരൂ ഫണ്ടൂഷ് നഗറിലെ ഫണ്ടൂഷ് ഷോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു യമ്മി യമ്മി കുക്കീസ്. കഴിക്കുവിൻ കഴിക്കുവിൻ, വീണ്ടും വീണ്ടും കഴിക്കുവിൻ. എന്റെ പേര് മുന്നി, മോഷണം എന്റെ പണി. എന്റെ പേര് ഷീല, ആൾക്കാരെ പറ്റിക്കുന്നത് എന്റെ പണി. മമ്മി, ഡാഡി, ചിങ്കു, പിങ്കു, ജെന്റിൽമാൻ ആൻഡ് ലേഡീസ്, എല്ലാവർക്കുമായി കൊണ്ടുവന്നിരിക്കുന്നു യമ്മി യമ്മി കുക്കീസ്. കഴിക്കുവിൻ കഴിക്കുവിൻ, വീണ്ടും വീണ്ടും കഴിക്കുവിൻ. കുക്കു കുക്കീസ് കഴിച്ചുകൊണ്ട് ഞങ്ങളെ പോലെ ഒഴുകി ഒഴുകി നടക്കുവിൻ. കണ്ണു ചുറ്റുമൊന്ന് ഓടിക്ക്, വല്ല മരമണ്ടനെ കിട്ടുമോന്ന് നോക്ക്. എടി അങ്ങോട്ടൊന്ന് നോക്ക്, നല്ല മുട്ടൻ കാറിൽ കുറേണ്ണം വരുന്നുണ്ട്. അയ്യോ, കുടുങ്ങിപ്പോയല്ലോ. എന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാറിന്റെ ഡോറ് തുറന്ന ഉടനെ എന്നെ ഇറക്കാൻ വരണമെന്ന്. അയ്യോ അതെ ചേട്ടാ, ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. ഒന്ന് പിടിച്ചേ. എന്റെ മൂട്ടിലാണ് കയറി പഞ്ചറായെന്ന് തോന്നുന്നടാ. എന്റെ അമ്മ, എനിക്ക് വയ്യേ. എന്തൊരു ഭാഗ്യവാ. ഇതിനെയല്ലേ പറയുന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന്. ഈ തടിയനെ നമ്മളിന്ന് പൊക്കുമോളെ. എന്നാ പിന്നെ പണി തുടങ്ങിയാലോ? വരൂ വരൂ ഫണ്ടൂഷ് നഗറിലെ ഫണ്ടൂഷ് ഷോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഒരു സുവർണാവസരം. ഞങ്ങളുടെ ലക്കി കണ്ടസ്റ്റിൽ പങ്കെടുക്കൂ, നേടൂ ഒരു നല്ല സമ്മാനം. ഞങ്ങളുടെ ഈ ലക്കി കണ്ടസ്റ്റിൽ പങ്കെടുത്ത് വിജയിയാകുന്നവർക്ക് ഈ സ്പെഷ്യൽ കുക്കീസിന്റെ ഹാമ്പർ സമ്മാനമായി ലഭിക്കുന്നു. ലക്കി കണ്ടസ്റ്റിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ഈ ഗിഫ്റ്റ് ഹാമ്പർ ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഇന്നത്തെ ഈ ലക്കി കണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കറുത്ത സൂട്ടിട്ടുകൊണ്ട് കുടുംബത്തോടൊപ്പം വന്നിരിക്കുന്ന വലിയ കാറിലെത്തിയ സേട്ട് ചേട്ടനെയാണ്. രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി നമ്പർ 1 കുറ്റാന്വേഷകൻ, നമ്മുടെ എല്ലാം അമ്മാവൻ, അതായത് മിസ്റ്റർ ബൽബൻ. എന്റെ മോളെ, എനിക്കൊരു മത്സരത്തിലും പങ്കെടുക്കണ്ട. എന്റെ മൂട് കയറി ആകെ പഞ്ചറായിരിക്കുക. അമ്മാവൻ വിഷമിക്കണ്ട, ഇത് ബലൂൺ പൊട്ടിക്കുന്ന ഒരു മത്സരമാണ്. കയ്യോ കാലോ ഒന്നും ഉപയോഗിക്കണ്ട. ഒത്തിരി ബുദ്ധിമുട്ടാതെ തന്നെ സ്വന്തം ശരീരം കൊണ്ട് ഇത് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. അതിനായി ഇത്തരം കുക്കീസ് കിട്ടുന്നതാണ് സമ്മാനമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മാവാ, ഈ ബലൂൺ ഒരിക്കലും പൊട്ടാൻ പോകുന്നില്ല. വിജയം എന്റേതാണ്. ദേശീല, ഈ അമ്മാവൻ ഒരിക്കലും ജയിക്കാൻ പാടില്ല. നമ്മുടെ കറുത്ത കോട്ടിട്ട് സേട്ട് തന്നെ ജയിക്കണം. എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. നീ വിഷമിക്കണ്ട, അതിന്റേതായ രീതിയിൽ ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. 1 2 3 മത്സരം തുടങ്ങട്ടെ. ഇപ്പൊ കണ്ടോളൂ ഈ അമ്മാവന്റെ പൊടി പൂരം. എന്റെ മൂട്ടില് വീണ്ടും ആണ് കേറിയോ? എങ്ങനെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കണം. നമ്മുടെ സേട്ട് ചേട്ടനാണ് ഇന്നത്തെ കോമ്പറ്റീഷനിലെ നമ്മുടെ വിന്നർ. പിന്നെ സേട്ടേട്ടാ, ഇത് രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ, എന്നാലേ അതിന്റെ ഒരു രസം ഉണ്ടാവൂ. എന്നാലും അനന്തരമായി ഞാൻ തോറ്റുപോയല്ലോടാ. അമ്മാവനല്ലേ സാധാരണ പറയാറുള്ള മത്സരത്തിൽ ജയം തോൽവിയൊക്കെ ഉണ്ടാവുമെന്ന്. അടുത്ത തവണ നമ്മൾ ഈ മത്സരത്തിൽ എന്തായാലും ജയിക്കും. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയില്ല. മാത്രമല്ല പതിവില്ലാതെ ഇന്ന് ഉറക്കവും വിട്ട് മാറുന്നില്ല.
സേട്ടങ്കള് അങ്കിളുടെ അലമാരയുടെ താക്കോൽ എവിടെയാ? എന്റെ കയ്യില് ഉറങ്ങുന്ന സമയത്തോ? എന്റെ ഹൃദയത്തിനടുത്ത് ഒരു പോക്കറ്റ് ഉണ്ട്, അവിടെയാണ് വെക്കാറ്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? കിളി കൊത്തേണ്ടതും കൊത്തി പറന്നു പോയില്ലേ? അമ്മാവനല്ലേ പറഞ്ഞത് ആ കുക്കീസ് മത്സരത്തിൽ ഈ സേട്ടാണ് ജയിച്ചതെന്ന്? ഇതവര് ഡിന്നർ കഴിഞ്ഞ് കഴിക്കണമെന്നല്ലേ പറഞ്ഞത്? ശരിയാണല്ലോടാ, എനിക്ക് ഒരു ബലൂൺ പോലും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. അമ്മാവാ, അവരുടെ ടാർഗറ്റ് സേട്ടങ്ങളായിരുന്നു. അതുകൊണ്ടാ അവര് സേട്ടങ്ങളില് ജയിപ്പിച്ചത്. അങ്കിളെ, അങ്കിളുടെ പോക്കറ്റിൽ നിന്ന് താക്കോൽ അടിച്ചു മാറ്റിയിട്ടും അങ്കിൾ അറിഞ്ഞില്ലല്ലോ. അങ്കിളിനൊന്നും ഓർമ്മയില്ലേ? അതേപോലെ അങ്കിളുടെ മോനും ഭാര്യയും ഇതുവരെ ഉറക്കത്തിന് എണീറ്റിട്ടില്ല. കാരണം ആ സ്പെഷ്യൽ കുക്കീസ് ഉറക്കം വരാനായിട്ട് ഉണ്ടാക്കിയ കുക്കീസ് ആയിരുന്നു. മോനാണ് ഏറ്റവും കൂടുതൽ കുക്കീസ് കഴിച്ചത്. പിന്നെ ഒരു കാര്യം, അങ്കിളുടെ വീട്ടിൽ ആരെങ്കിലും സ്കേറ്റിംഗ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. പോലീസ് മാഡം, ഈ വീട്ടിന്റെ ഉള്ളിലുള്ള അടയാളങ്ങൾ നോക്കിക്കേ. ഇത് സ്കേറ്റ് വീലിന്റെ അടയാളങ്ങളാ. ശരിയാനന്തരവാ, അവര് രണ്ടുപേരും സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടല്ലേ കുക്കീസ് വെച്ചുകൊണ്ടിരുന്നത് അവിടെ. മിടുക്കൻ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നു? അപ്പോ അതിനുള്ള തെളിവോ? ഐഡിയ, അതൊക്കെ മാഡത്തിന് നാളെ കിട്ടും. നല്ല അടിപൊളി കുക്കീസാ, എല്ലാരും വാങ്ങിച്ച് കഴിക്കണം. നല്ല ടേസ്റ്റ് ആണെന്നേ. ഇന്നത്തെ കസ്റ്റമർ കോൺടെസ്റ്റിന് ഒരു ബലിയാടിനെ പോലും കിട്ടുന്നില്ലല്ലോ. നാട്ടുകാരെ, വീട്ടുകാരെ കേൾക്കുവിൻ, അൽസീബയുടെ രാജകുമാരനിതാ എഴുന്നള്ളുകയാണ്. എടാ ചെക്ക, നിന്നെ ഈ ഡ്രസ്സിനകത്ത് കാണുമ്പോൾ ശരിക്കും ഒരു തണ്ണിമത്തന് തൊപ്പി വെച്ചത് പോലെയുണ്ട്. അമ്മാവനല്ലേ എന്നെ ഇങ്ങനെ നന്നായിട്ട് ഒരുക്കിയത്. കണ്ടില്ലേ, നിന്റെ പ്രാർത്ഥന മുകളിൽ ഇരിക്കുന്നവൻ കേട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഇവരുടെ കൊട്ടാരത്തിൽ മോഷണം നടത്തി നമുക്ക് ഈ നഗരത്തിൽ നിന്ന് തന്നെ ഓടിക്കളയാം. തുടങ്ങിയാട്ടെ ഈ കോൺടെസ്റ്റ്. ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജകുമാരനെയാണ്, അതായത് പ്രിൻസ് ഓഫ് സാൻസിബാർ. രണ്ടാമത്തെ വ്യക്തി കുക്കീസ് എല്ലാം രുചിച്ചു നോക്കിയെങ്കിലും ഇതുവരെ ഒന്നുപോലും വാങ്ങിച്ചിട്ടില്ലാത്ത മിസ്റ്റർ ബല്ലയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന കുക്കീസ് അല്ലേ, ഞാനത് ഒരിക്കലും വിടില്ല. ഇവനെവിടുന്ന ഇടയ്ക്ക് കയറി വന്ന്? ഡോണ്ട് വറി അമ്മാവ, ഇവരാ അങ്കിളിനെ ഒരിക്കലും ജയിക്കാൻ സമ്മതിക്കില്ല. കാരണം ഞാനല്ലേ അവരുടെ ടാർഗറ്റ്. എങ്കിൽ ബല്ല സാറ് കിടപ്പാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നാൽ തുടങ്ങട്ടെ ഷീല, നമ്മുടെ കാരമൽ ബലൂണിന്റെ മായാജലം കണ്ട് ആസ്വദിക്കാം. 1, 2, 3 മത്സരം തുടങ്ങട്ടെ. അങ്ങനെ നമ്മുടെ ഹാമ്പർ നേടിയിരിക്കുന്നത് പ്രിൻസ് ഓഫ് സാൻസിബാർ. പക്ഷേ നിങ്ങൾ ഈ കുക്കീസ് രാത്രി ഡിന്നർ കഴിഞ്ഞേ കഴിക്കാൻ പാടുള്ളൂ, ഓക്കേ? പക്ഷെ ഞാനിതിന് ഡിന്നർ കഴിക്കാറില്ലല്ലോ. എന്റെ ഡോക്ടർ എന്നോട് നൈറ്റ് ഡയറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ കുക്കീസ് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാമെന്നാ. നിങ്ങൾ ഇത് കഴിക്കുന്നോ? ഞങ്ങൾക്ക് വേണ്ട. ആർക്കും വേണ്ട, ഞാൻ എടുത്തോളാം. അയ്യോ ബല്ലാങ്കൾ, ഞാനിത് കഴിച്ചോളാമെന്നേ. ഡയറ്റിംഗ് ഒക്കെ നിങ്ങൾ ചെയ്തോന്നേ. എന്നോട് ഡോക്ടറെ ഡബിൾ ആയിട്ട് കഴിക്കാനാ പറഞ്ഞത്, മനസ്സിലായോ? പോലീസ് മാഡം, ഇന്ന് പിടിച്ച കുക്കീസ് ഇതാണ് നമ്മുടെ തെളിവ്. ഇവരെ രണ്ടുപേരെയും പിടിച്ചോളൂ. ഷീല ഓടിക്കോ. ഇപ്പൊ കണ്ടോ എന്റെ ഈ ആണി പോലുള്ള കുക്കീസിന്റെ ജാലം. എന്ത് നാടേ വണ്ടി ഓടിക്കുന്നത്? ഗട്ടറിനകത്ത് കേറ്റി ഒന്ന് മര്യാദയ്ക്ക് ഓടിക്കും. എന്റെ ചെക്ക, ഇതെന്താ ഗട്ടറാണോ അതോ കുക്കീസ് ആണോ? ടയർ പൊളിഞ്ഞല്ലോടാ. ഞാൻ അവരുടെ പിന്നാലെ പെട്ടോളാം. അമ്മാവനും പോലീസ് ആന്റിയും പിന്നാലെ വന്നാ മതി.
എടാ പീക്കിരി, നീ ഒറ്റയ്ക്കാണോ ഞങ്ങളെ പിടിക്കാൻ പോന്നേ? നേരെ പോയാൽ നിങ്ങളെയും കാത്ത് അവിടെ സേട്ടും അയാളുടെ ആളുകളും ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണേ നിങ്ങൾ അങ്ങോട്ട് പോക്കോ. നീ നേരെ മുമ്പോട്ട് പോവാൻ ഞങ്ങൾക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഞങ്ങള് പുറകോട്ട് ഓടാൻ പോവാടാ. വേണമെങ്കിൽ പിടിച്ചോ. ഇതിനാണ് പറയുന്നത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീഴുമെന്ന്. തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഇതാണ് ശിക്ഷ. ശരിയല്ലേ അമ്മാവാ? ഓയ് അതേടാ എന്റെ ചക്ക.